പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്ത് വിടുമ്പോൾ തന്നെ, അതിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിൽ നിന്ന് നിർണായകമായ ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വനിതാ സംവരണ നിയമം, അതായത് നാരി ശക്തി വന്ദൻ അധിനിയം ഉടൻ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചു എന്നത്. 2011 സെൻസസ് കണക്കുകൾ അടിസ്ഥാനമാക്കി ഈ നിയമം നടപ്പിലാക്കാനാണ് ഇപ്പോൾ NDA സർക്കാർ ആലോചിക്കുന്നത് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതനുസരിച്ച് ഒരുപക്ഷെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നു. ആ മാറ്റത്തിനനുസരിച്ച് വനിതാ സംവരണ സീറ്റുകൾ എന്നത്, അതായത് 33% വനിതകളാകുമ്പോൾ വലിയൊരു പ്രാതിനിധ്യം സഭയിൽ വനിതകളുടേത് ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതൊരു ഭരണഘടനാ ഭേദഗതി ബിൽ ആണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി ഇത് നിയമമായി മാറേണ്ടതുണ്ട്. വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഒരു പക്ഷേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊരു സാധ്യത മുന്നിലേക്ക് തുറക്കുകയാണോ ഇപ്പോൾ കേന്ദ്രം? പക്ഷേ തീർച്ചയായും പുരോഗമനപരമായ ഒരു തീരുമാനം എന്ന് തന്നെ പറയാം. കാരണം പതിറ്റാണ്ടുകളായി ഉയരുന്ന ഒരു ആവശ്യമാണ് സ്ത്രീ സംവരണം. അത് 1/3 മാറണമെന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനകം തന്നെ 50% സംവരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ലോക്സഭയിലും അല്ലെങ്കിൽ പാർലമെൻറ്റിലും നിയമസഭകളിലുമൊക്കെ തന്നെ ആ തരത്തിലുള്ള ഒരു സംവരണം, 1/3 സംവരണം എന്ന നിലയിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. അവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമുണ്ടാകുന്നത്. ഇത് രാജ്യസഭയും ലോക്സഭയും പാസ്സാക്കേണ്ടതുണ്ട്. സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യാൻ അതിനനുകൂലമായ ഒരു തീരുമാനമൊക്കെ ആണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നെങ്കിൽ ഒരാഴ്ച കൂടി സഭാ സമ്മേളനം നീട്ടിവെക്കാം, ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ ഭേദഗതി കൊണ്ടുവന്ന് ഇത് യാഥാർത്ഥ്യമാക്കാം എന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ട്. നിലവിൽ 543 സീറ്റുകളാണ് ഉള്ളത് പാർലമെൻറ്റിൽ. ഇത് 816, ലോക്സഭയിലുള്ളത് 816 ഉയരും. ഇതിൽ 273 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെടും. 2023 പാസാക്കിയ നിയമമനുസരിച്ച് പുതിയ സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും ശേഷമേ ഈ സംവരണം എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തുകയുള്ളൂ. എന്നാൽ ഇത് വേഗത്തിലാക്കാൻ നിലവിലെ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് മറ്റ് കാലതാമസങ്ങൾ ഒഴിവാക്കി, സാങ്കേതികമായ കാലതാമസങ്ങൾ ഒഴിവാക്കി വളരെ വേഗത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കുക എന്ന ഒരു തീരുമാനമാണ് സർക്കാരിനുള്ളത്. നടപ്പ് ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ബില്ല് അവതരിപ്പിച്ചേക്കും. ഭരണഘടനാ ഭേദഗതി ആവശ്യമായതിനാൽ പാർലമെൻറ്റിലെ ഇരു സഭകളിലും 3/2 ഭൂരിപക്ഷം ഇതിന് ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളും ഇത് എതിർക്കും എന്ന് കരുതുക വയ്യ. കേരളത്തിലും ഇതിൻ്റെ ഗുണമുണ്ടാകും. അല്ലെങ്കിൽ കാലങ്ങളായുള്ളതാണ്, പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ ജനസംഖ്യാനുപാതികമായി ജില്ല വിഭജിക്കണമെന്ന ആവശ്യമൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അതിനപ്പുറത്തേക്ക് അത്തരം വിഭജനങ്ങളില്ലാതെ തന്നെ 30 സീറ്റ് എന്ന തരത്തിലേക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 30 സീറ്റ് എന്ന നിലയിലേക്ക് പോകും. അതുപോലെ തന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 210 സീറ്റുകളായി, ഇപ്പോൾ 140 സീറ്റ് എന്നത് കേരളത്തിൽ 210 സീറ്റുകളായി ഉയരും. അപ്പോൾ 1/3 സംവരണം എന്നത് സ്ത്രീകൾക്ക് ഉറപ്പാക്കാൻ കഴിയും. ആ തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ മറ്റ് ചില വ്യാഖ്യാനങ്ങൾ കൂടിയുണ്ട്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ UP പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഗണ്യമായി സീറ്റുകൾ ഉയരുന്ന നിലയുണ്ടാകും. ഇത് പൊതുവിൽ BJPക്ക് ഗുണകരമാകുന്ന ഒന്നായി മാറുമെന്ന വിലയിരുത്തലും ഒരു വശത്തുണ്ട്. അഭിലാഷ്, എന്തായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കം ആയിരുന്നു വനിതാ സംവരണം നടപ്പിലാക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന്റെ തുടർച്ച എന്ന നിലയിൽ ആണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ നീക്കം വേഗത്തിൽ ആക്കുന്നത്. അത് അനുസരിച്ച് രാജ്യത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമാകുന്ന തരത്തിൽ വനിതാ സീറ്റുകളുടെ എണ്ണം മാറുന്നു. അതായത് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം മാറും. ഒപ്പം അതിനനുസരിച്ച് 33% സംവരണം എന്നതിലേക്ക് ആണ് എത്തുന്നത്. ആകെ 816 സീറ്റുകൾ എന്ന നിലയിലേക്ക് ലോക്സഭയിലെ അംഗസംഖ്യ ഉയരുമ്പോൾ 270 അധികം സ്ത്രീകൾ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ലോക്സഭയിൽ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനസംഖ്യ ആനുപാതികമായി കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഒരു പക്ഷേ 30 ഉയരുകയും ചെയ്യാം എന്നുള്ളതാണ്. പ്രിയ പ്രേക്ഷകരെ, ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും നമ്മൾ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചകൾ നടത്താറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാക്ഷരതയിൽ, സാമൂഹിക നിലവാരത്തിൽ, ആരോഗ്യരംഗത്ത് ഒക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം എന്നതാണ് പ്രത്യേകത എന്ന് നമുക്കറിയാം. കേരളം ഇപ്പോഴും വനിതാ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ രാത്രി നടത്തം ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനിതാ മതിൽ കെട്ടിയ ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഇത്രയൊക്കെ പ്രബുദ്ധതയുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ പോലും കേരളത്തിന് ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്.
വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പോലും കേരളത്തിൽ വനിതകൾക്ക് നൽകാൻ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകാറുണ്ടോ എന്നത് സ്വയം പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ഇതാ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എത്രത്തോളം വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. കേന്ദ്രം വനിതാ സംവരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും അത് ഒരു ഭരണഘടനാ ഭേദഗതിയായി പുറത്തു വരികയും സംസ്ഥാനങ്ങളടക്കം അത് പാസ്സാക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നിയമസഭയിലേക്ക് അടക്കം വനിതകളുടെ ഒരു പ്രാതിനിധ്യം വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നിലവിൽ ഈ വനിതാ സംവരണം ഇല്ലാത്ത സാഹചര്യത്തിൽ വനിതകൾക്ക് എത്രത്തോളം ഇടം നൽകിയിട്ടുണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്നതാണ് നമ്മൾ ഇനി വിശദമായി പരിശോധിക്കുന്നത്. എല്ലാവർക്കും അറിയാം കേരളത്തിൽ 140 നിയമസഭാ സീറ്റുകൾ ആണ് ഉള്ളത് എന്നത്. അപ്പോൾ ഈ 140 നിയമസഭാ സീറ്റുകളിൽ 33% സ്ത്രീകളിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 46-നും മുകളിലേക്ക് സ്ത്രീകളുടെ ഒരു പരിഗണന ലഭിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നിയമസഭാ മന്ദിരത്തിന്റെ 1/3 സ്ത്രീകളാൽ നിറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ രാഷ്ട്രീയ സാഹചര്യം എന്നതാണ് പരിശോധിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം എന്ന് പുരോഗമന ചിന്താഗതിയോടെ പോകുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന രാഷ്ട്രീയ സംഘടനയാണല്ലോ CPIM. ഈ തെരഞ്ഞെടുപ്പിൽ ആകെ 86 മത്സരാർത്ഥികളെ ആണ് കളത്തിൽ ഇറക്കിയിട്ടുള്ളത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ നയിക്കുന്ന CPIM 86 സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുമ്പോൾ അതിൽ സ്വതന്ത്രരെ അടക്കം മത്സരിപ്പിച്ചുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ CPIM ശ്രമിക്കുന്നത് എന്നതാണ്. പക്ഷേ അവിടെ ഏറ്റവും ദുഃഖകരമാകുന്ന ഒന്ന്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നിരവധിയായ വനിതാ നേതാക്കളുണ്ട്. അതിപ്പോൾ KR ഗൗരിയമ്മയാകട്ടെ, സുശീല ഗോപാലിനെ പോലെയുള്ളവരാകട്ടെ, അങ്ങനെ ഇടതുപക്ഷത്തിന്റെ നിരയിൽ പരിശോധിച്ചാൽ ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. PK ശ്രീമതിയെ പോലെയുള്ളവർ, KK ശൈലജയെ പോലെയുള്ളവർ, മന്ത്രി വീണ ജോർജ്, അങ്ങനെയൊക്കെ നിരവധിയായ ആളുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ 86 സ്ഥാനാർത്ഥികളിൽ CPIM കേവലം 9 വനിതകളെ മാത്രമാണ് മത്സരിപ്പിക്കുന്നത് എന്നതാണ്. അതായത് 33% സംവരണത്തിന് വേണ്ടി രാജ്യം തയ്യാറെടുക്കുമ്പോൾ നിലവിൽ 10% പോലും സ്ത്രീകളെ മത്സരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പുരോഗമന ആശയങ്ങൾ പറയുന്നവർ എന്നതാണ്. അതിലൊരൽപ്പം വ്യത്യസ്തത പുലർത്തുന്നത് CPI ആണ് എന്നത് എടുത്തു പറയാതെ വയ്യ. കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ 20%-ഓളം സ്ത്രീകൾക്ക് ഇടം നൽകിയിട്ടുണ്ട് എന്നതാണ്. ഇതാ CPIക്ക് നിലവിൽ 25 സ്ഥാനാർത്ഥികൾ ആണ് മത്സര രംഗത്തുള്ളത്. അതിൽ 5 സ്ഥാനാർത്ഥികളെ അവർ മത്സര രംഗത്ത് വനിതകളെ ആണ് ഇറക്കിയിട്ടുള്ളത് എന്നത് തീർച്ചയായും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ആണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചിട്ടുള്ളത്. LDFനോ മറ്റ് ഘടകകക്ഷികൾ കൂടിയുണ്ട്. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അടക്കമുണ്ട് എന്നത് നമുക്കറിയാം. അങ്ങനെ LDF എന്ന മുന്നണി 140 സീറ്റുകളിലേക്ക് മത്സരിക്കുമ്പോൾ കേവലം 18 സ്ഥാനാർത്ഥികളെ മാത്രമാണ് വനിതകളായി മത്സര രംഗത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അത് ഈ സൂചിപ്പിക്കുന്ന പോലെ 10% എന്ന നിലയിലേക്ക് നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ വളരെ, അതായത് സാങ്കേതികമായി സ്ത്രീ സംവരണം, സ്ത്രീ മുന്നേറ്റം എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ പോലും സ്ത്രീകൾക്ക് പരിഗണന ലഭിക്കുന്നത് തുച്ഛം എന്നതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മുന്നണി എന്നത് UDF ആണ്. കേരളത്തിൽ LDFും UDFും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം നടക്കുകയും ചെയ്യുന്നത്. അവിടെ ഇതാ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 92 സ്ഥാനാർത്ഥികൾ ആണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ 92 സ്ഥാനാർത്ഥികളെ നമുക്കറിയാം കോൺഗ്രസ് ആണ് UDFിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിമതർ ആയിട്ടുള്ള LDF വിമതരെ അടക്കം പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ആണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അംഗബലം കുറച്ചിട്ടുള്ളത് എന്നത് നമുക്കറിയാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വനിതകളുടെ എണ്ണം കേവലം 9 എന്നതിലേക്ക് നിൽക്കുന്നു എന്നതാണ്. അവിടെയും 10% മാത്രമാണ് സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഒരു വനിതയായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അത് കോൺഗ്രസിൽ നിന്നായിരുന്നു എന്നത് കോൺഗ്രസ് മറന്നു പോകുന്നു എന്നതാണ് നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത്. ആ ഒരു വനിത മാത്രമാണ് നമുക്ക് പ്രധാനമന്ത്രിയായി ഉയർത്തി കാണിക്കാനുള്ളത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പുരോഗമന ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിന്
പോലും എത്രത്തോളം വനിതകൾക്ക് ഇടം നൽകാൻ പറ്റുന്നുണ്ട് എന്നത് ആണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കേവലം 9 സ്ഥാനാർത്ഥികൾ. ഇനി ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഇപ്പോൾ പോലും, അതായത് ഈ വനിതകളുമായി ബന്ധപ്പെട്ട വിവരം ഞാൻ പങ്കുവെക്കുമ്പോൾ പോലും ഒരു വനിതാ സ്ഥാനാർത്ഥി ഒരു വേദിയിലേക്ക് വരുന്ന വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളത്തിന്റെ പൊതുസമൂഹം എന്നതാണ്. പുരുഷന്മാരോട് ഒപ്പം ഇരിക്കുകയും പുരുഷന്മാർക്ക് കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന വനിതാ സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് അംഗീകരിച്ചു തുടങ്ങിയോ എന്നതാണ്. അവിടെയാണ് രാഷ്ട്രീയ കേരളം വലിയ പ്രബുദ്ധത അവകാശപ്പെടുമ്പോഴും നമ്മൾ എത്രത്തോളം പിന്നിലാണ് പല വിഷയങ്ങളിലും എന്നത് ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതായി വരുന്നത്. എന്ന് തന്നെയാണെങ്കിലും മുസ്ലിം ലീഗ് ഇത്തവണ 2 വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ആകെ മത്സരിക്കുന്നത് 27 സീറ്റുകളിൽ ആണ് എന്ന് പറയുമ്പോഴാണ് എത്രത്തോളം വനിതകൾക്ക് ഇടം നൽകി എന്നത്. കേവലം 5% എന്ന നിലയിലേക്ക് മാത്രമാണ് ആ പ്രാതിനിധ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തു തന്നെയാണെങ്കിലും ഒരുപക്ഷെ വനിതാ സംവരണം നിയമമായി മാറുമ്പോൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗിന് മത്സരിക്കേണ്ടി വരുമ്പോൾ അവിടെയും സ്ത്രീകൾക്ക് ഇടം നൽകേണ്ടതായി വരും. 33% സ്ത്രീകൾക്ക് മുന്നണിയുടെ ഭാഗമായി മത്സരിക്കേണ്ടതായി വരും എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്ത് തന്നെയാണെങ്കിലും പ്രധാനപ്പെട്ട 3 മുന്നണികൾ UDF, LDF, ഈ 3 മുന്നണികളിൽ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ഉള്ളത് UDF എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് BJPയുടെ വനിതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ്. അതായത് BJPക്ക് നിലവിൽ ആകെ ഉള്ളത് 98 സ്ഥാനാർത്ഥികൾ ആണ്. BJPക്ക് 98 സ്ഥാനാർത്ഥികളെയാണ് BJP ആകെ മത്സര രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ആ മത്സര രംഗത്ത് ഇറക്കുമ്പോൾ അതിൽ വനിതകളുടെ എണ്ണം എന്നത് 14 എന്നതാണ് എടുത്തു പറയേണ്ടത്. കേവലം 14 വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടി. അവിടെയും പെർസെൻറ്റേജ് നോക്കുമ്പോൾ തുലോം തുച്ഛമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJP ആകെ മത്സരിപ്പിക്കുന്ന വനിതാ സ്ഥാനാർത്ഥികളുടെ എണ്ണം 17 എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ 3 മുന്നണികൾ LDFും UDFും NDAയും കൂടി ആകെ മത്സരാർത്ഥികൾ ആക്കിയിട്ടുള്ളത് 47 വനിതകളെ മാത്രമാണ്. ഒരുപക്ഷെ വനിതാ സംവരണം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ആയിരുന്നു കേരളമെങ്കിൽ ഈ 47 അംഗങ്ങൾ കുറഞ്ഞത് നിയമസഭയിൽ ഉണ്ടാകണം. ഇതാണ് കേരളത്തിലെ വനിതകൾക്ക് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നൽകുന്ന പരിഗണന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.